ഹലോ ഫ്രണ്ട്സ്, SSC സെലക്ഷൻ പോസ്റ്റ് എക്സാം തുടങ്ങിയത് മുതൽ CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പല ആൾക്കാരും പാനിക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. SSC സെലക്ഷൻ പോസ്റ്റിന് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതുവരെയുള്ള പാറ്റേണിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് QA-ലാണെങ്കിലും RA-ലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും GK-ലാണെങ്കിലും വന്നതുകൊണ്ട് ഇനിയുള്ള അത് CGL പ്രിപ്പറേഷൻ എങ്ങനെ വേണം, ഏത് തരത്തിൽ വേണമെന്നത് ആലോചിച്ച് നല്ല രീതിയിൽ പാനിക്കായിട്ടാണ് പലരും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏത് രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ SSC സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആസ്പിരൻസിന് ഉണ്ടോ എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ബേസിക്കലി എന്നോട് ഡിസ്കസ് ചെയ്ത പല ആൾക്കാരെന്ന് മനസ്സിലാക്കിയത്, നമ്മളെ മെൻ്റലി SSC CGL Tier 1 എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 150+ ആണ്, അല്ലെങ്കിൽ 155+ ആണ് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. ഈ 155 അല്ലെങ്കിൽ 150+ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് TCS പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു മാർക്കാണ് 150+ എന്നുള്ളതും, ടഫ് ആവുന്നതിനനുസരിച്ച് എല്ലാവർക്കും ആ എക്സാം ടഫായിരിക്കുമെന്നും അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് കുറയുമെന്നുള്ളതും നമ്മളെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു എക്സാം ടഫ് ആവുന്ന സമയത്ത്, ഒരു സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം ടഫ് ആവുന്ന സമയത്ത് മാർക്ക് അതിനനുസരിച്ച് കുറയും, അല്ലെങ്കിൽ കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയുമെന്നത് നമ്മളെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യാത്തത്. നമുക്കെല്ലാവർക്കും ഏത് തരത്തിലുള്ള എക്സാം ആണെങ്കിലും, അത് 4 ഏരിയയും നല്ല ടഫാണെങ്കിൽ പോലും നമുക്ക് 150+ കിട്ടിയില്ലെങ്കിൽ നമ്മളെ മൈൻഡ് എന്തല്ല, ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു ഇഷ്യൂ മാത്രമാണ് ഈ പാനിക്കായ പലരിലും ഉള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടഫാണെങ്കിൽ എക്സാം എല്ലാവർക്കും ടഫാണ്. ഞാനൊരു അനാലിസിസിന് വേണ്ടി 2010 SSC CGL എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് രീതിയിലേക്ക് കടന്നത്. 2010 നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. 2011 മുതൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ 2011 മുതലുള്ള കട്ട് ഓഫിൻ്റെ ഒരു ചെറിയ അനാലിസിസ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. 2011 കട്ട് ഓഫ് 86.75 ആയിരുന്നു. 71,560 ആൾക്കാരാണ് ക്വാളിഫൈ ചെയ്തത്. 2012 കട്ട് ഓഫ് 82 ആണ്, ജനറൽ കട്ട് ഓഫാണ് പറയുന്നത്. 1,12,000 ആൾക്കാർ ക്വാളിഫൈ ചെയ്തു. Tier 2 വേണ്ടി ക്വാളിഫൈ ചെയ്തു. 2013 96 ആണ്, 2014 96.5 ആണ്. 1.5 lakh ആൾക്കാരെയാണ് എടുത്തത്. 13 ലക്ഷം ആൾക്കാർ എഴുതിയിരുന്നു എക്സാം. 2015 102.25 ആണ് കട്ട് ഓഫ്. 1,44,871 ആൾക്കാർ Tier 1 എക്സാം ക്ലിയർ ചെയ്തു. 17.8 lakh ആൾക്കാരാണ് എക്സാം എഴുതിയത്. കഴിഞ്ഞ എക്സാം ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു എഴുതിയത്. 2015 വരെ OMR മോഡലിലായിരുന്നു എക്സാം നടത്തിയത്. 2016 മുതൽ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാക്കി മാറ്റി, എണ്ണം കുറച്ചു. അതുവരെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നീട് അത് 100 ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി. 2016 137 ആണ് കട്ട് ഓഫ് വന്നത്. 1,50,000 ആൾക്കാർ ക്വാളിഫൈ ചെയ്തു. 2017 126.5 ആണ്. 2018 137 ആണ്. 2019 148 ആണ്. 2020 132, 2021 130, 2022 114, 23 150, 24 152 സംതിങ് ഇങ്ങനെയാണുള്ളത്. 2019, 18 മുതലാണ് TCS കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ തുടങ്ങിയ സമയത്ത് 137, പിന്നീട് 2019 148 കട്ട് ഓഫ് വന്നു. അന്ന് ആകെ 8,400 വേക്കൻസി ഉള്ളായിരുന്നു. സോ 8,400 വേക്കൻസീസ് മാത്രമേ അന്നുള്ളായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ആ സമയത്ത് കുറേ എക്സാംസിൻ്റെ ഒക്കെ ഇഷ്യൂസ് വന്നിട്ട് എക്സാംസും അങ്ങനെ പല ഇത് മാറ്റി നടന്നിരുന്നു. അന്ന് 8,400 വേക്കൻസീസ് ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫ് 148 പോയത്. പിന്നീട് 137 ഒരു ഉയർന്ന കട്ട് ഓഫ് 2016 വന്നത്. അന്നും 10,000 വേക്കൻസീസ് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് വേക്കൻസീസ് വരുന്നത് 14,000, 15,000 മുകളിൽ, എന്തായാലും ഒരു 17,000 ഒക്കെ അടുത്തെത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 1,50,000, 1,60,000 ആൾക്കാർ അതിൻ്റെ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഇപ്പം വന്നൊരു സെലക്ഷൻ പോസ്റ്റിൻ്റെ ഒരു റിവ്യൂ വെച്ചിട്ട് ആ ഒരു മോഡലുള്ള എക്സാം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള എക്സാം SSC ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. ഇന്ന് വരെ റീസണിങ് ടൈറ്റ് ആക്കാത്തതാണ്. റീസണിങ് ടൈറ്റ് ആണോ അല്ലോ എന്നുള്ളത് നമുക്ക് ആ എക്സാമിനേഷൻ കീ വന്നാലേ അറിയാൻ പറ്റും. പക്ഷേ എന്നാലും പാറ്റേണിൽ ചേഞ്ച് വന്നിട്ട് നിങ്ങളെ കുറച്ചുകൂടി അനാലിറ്റിക്കൽ സ്കില്ല് അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിനെല്ലാം വന്നത്. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞത് ഇതിൻ്റെ കട്ട് ഓഫിൻ്റെ ഒരു റേഞ്ചാണ്. ഇത് നോർമലൈസ്ഡ് സ്കോറാണ്. ഇതിലാകെ കഴിഞ്ഞ 2 വർഷത്തെ കുറിച്ച് TCS പാറ്റേണിൽ മാത്രമേ 140 മുകളിലേക്ക് കട്ട് ഓഫ് കിടന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ എല്ലാം കട്ട് ഓഫ് നോർമലൈസ്ഡ് സ്കോർ മാക്സിമം വന്നത് 137 ആണ്. ഈ സമയത്തും എഴുതിയ ആൾക്കാരുടെ എണ്ണം, അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും മുമ്പൊന്നും ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത ആൾക്കാരാണ്, എഴുതിയ ആൾക്കാർ കുറവാണ്. അല്ല, കഴിഞ്ഞ വർഷം 2015 എഴുതിയ ആൾക്കാർ 17.8 ലേക്കാണ്. അന്ന്
30,000 മുകളിൽ അപേക്ഷകർ വന്നിട്ടോ 30 lakhs പ്ലസ് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഓൾമോസ്റ്റ് 15-16 ലക്ഷം ആൾക്കാർ എഴുതാറുണ്ട്. അത് തന്നെയാണ് ഈ വർഷം എഴുതാറ്. 2022 CGL കുറച്ച് അധികം ഉണ്ടായിരുന്നു, കാരണം അന്ന് 37,000-ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പം TCS എക്സാം വന്നതിന് ശേഷമാണ് കട്ട് ഓഫ് 2019 148-ഉം 2023-ലും 24-ലും 150 കടന്നതും. അതിന് മുന്നേ എല്ലാം അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള കട്ട് ഓഫ് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വരുന്നത്. ഈവൻ ദോ SSC ഫോളോസ് യുണീക്ക് പാറ്റേൺ. പ്രീവിയസ് ഇയർ പാറ്റേൺ തന്നെയാണ് ഇതൊക്കെ വന്നത്. പക്ഷേ TCS പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ക്യൂ അറ്റൻഡ് ചെയ്യുക, 25 ക്വസ്റ്റ്യൻ RA അറ്റൻഡ് ചെയ്യുക, ഇംഗ്ലീഷും അറ്റൻഡ് ചെയ്യുക, GK മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ. അപ്പം ആ ഒരു സിംപ്ലസ്റ്റ് പാറ്റേണിലേക്ക് വന്ന സമയത്താണ് ഈ പറഞ്ഞ കട്ട് ഓഫിൽ വരുന്ന നല്ല ഹൈ കട്ട് ഓഫ് വന്നത്. സോ അതിൻ്റെ മുന്നേ SSC നടത്തുന്ന സമയത്താണെങ്കിലും സിഫി നടത്തുന്ന സമയത്താണെങ്കിലും കട്ട് ഓഫ് അത്യാവശ്യം കുറഞ്ഞു തന്നെയായിരുന്നു നോർമലൈസ്ഡ് സ്കോർ ആയിട്ടുള്ളത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതുവരെ ഇപ്പം വന്ന വിവരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഇതുവരെ വന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ടാണ് ക്യൂ വരുന്നതും RA വരുന്നതും ഇംഗ്ലീഷ് വരുന്നതും. അപ്പം കട്ട് ഓഫ് ഇനിയും താഴും. അപ്പം നമ്മൾ ഈ പറഞ്ഞ 150+ എന്നുള്ള മെൻറ്റാലിറ്റി ഒന്ന് മാറ്റുക. ആ മെൻറ്റാലിറ്റി മാറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത മോക്ക് ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് RA ഫുള്ളാണ്, 25-25 കിട്ടും. അപ്പോൾ ആദ്യം RA അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫുള്ളാണ്, 25-ൽ നിങ്ങൾക്ക് 23 കിട്ടും. ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആദ്യം RA അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ അറ്റംപ്റ്റ്സ് കുറയുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പോലും നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ മെൻറ്റാലിറ്റി മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ മാറ്റിയേ പറ്റൂ. എക്സാം ടഫാവുന്ന സമയത്ത് കട്ട് ഓഫ് കുറയും, കട്ട് ഓഫ് നന്നായിട്ട് കുറയും എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയാണ്. അതായത് 160 to 170 അല്ലെങ്കിൽ 170+ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോക്സിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ്. പക്ഷേ ഈ കയ്യിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് 150+ഓ 155-ൻ്റെ അടുത്തോ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങൾ 130, 120 കിട്ടുന്ന ആൾക്കാരായിരിക്കും. സോ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും 150+ എന്നത് കൺസിസ്റ്റൻ്റ് അല്ല. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ഈ പാറ്റേൺ ചേഞ്ച് ഫസ്റ്റ് ഇയർ ആവുന്നതുകൊണ്ട് അതിൻ്റെ മാറ്റം എല്ലാവർക്കും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് കട്ട് ഓഫ് നന്നായിട്ട് കുറയുമെന്നും ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കറിയാവുന്ന എല്ലാ സംഭവങ്ങളും എക്സാമിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് ഓർ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായ സ്കോർ പറ്റും. സോ ഇപ്പം വന്നിരിക്കുന്ന ന്യൂസുകൾ അനുസരിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോംപ്രിഹെൻഷൻ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ 9 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ 15 മിനിറ്റിലേക്ക് പോകും. രണ്ട് കോംപ്രിഹെൻഷൻ പാസേജ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ടൈം ഒരുപാട് കൂടും. നോർമൽ അല്ലാത്ത കുറേ ടൈപ്പുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ അനലിറ്റിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഒരു എക്സാം പാറ്റേണിന് വരാത്തതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ടൈം അതിൻ്റെ മുകളിൽ കൺസ്യൂം. സോ 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 14 മിനിറ്റ് കൊണ്ട് RA അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അതിലും ടൈം അധികം എടുക്കും. GK കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. GK എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് GK ബാധിക്കുക. അപ്പം അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും ടഫായ ഒരു GK വന്നു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ Tier 2 ആണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള അധികമൊന്നുമില്ല. പക്ഷേ എന്നാലും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ അറിയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പം GKനെ സംബന്ധിച്ചിടത്തോളം ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിഷയമല്ല. ഇവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അത് അത്യാവശ്യം എഴുതാൻ പറ്റൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അത് ഒരേ എഫക്റ്റ് തന്നെയായിരിക്കും GKക്ക് ഉണ്ടാവുക. അപ്പം GK സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നിങ്ങൾ കുറച്ച് ആലോചിക്കും. അപ്പോൾ ഈ ആലോചിക്കുന്ന സമയത്ത് അതിനുള്ള ടൈം പോകും. നോർമലി ഒരു 4 മിനിറ്റ് കൊണ്ട് GK കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊരു 6-7 നീളും. ഇനി പുറമെ QAനെ സംബന്ധിച്ചിടത്തോളം അത് നോർമലി എഴുതി 1-2 ആൾക്കാർ പറഞ്ഞാൽ സർ പാറ്റേണിലൊന്നും അധികം ചേഞ്ച് ഒന്നും ഇട്ടില്ല, പക്ഷേ എന്തൊക്കെയാണ് വന്നതെന്നുള്ളതാണ്. എന്നാൽ ഒരാൾ പറഞ്ഞു QA കുഴപ്പമൊന്നുമില്ല, 1-2 ആൾക്കാർ പറഞ്ഞു QA കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതിന് കുറച്ച് അതായത് ടൈം കുറച്ചുകൂടി എടുക്കുന്നു എന്ന് മാത്രമേ പ്രശ്നമുള്ളായിരുന്നു, അല്ലാണ്ട് ഓവറായിട്ട് പാറ്റേണിൽ ചേഞ്ച് ഒന്നുമില്ല. പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്, അത് Tier 2 എക്സാമിനുള്ള സിലബസാണ്, അത് Tier 1 ഈ ഒരു എക്സാമിന് വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നന്നായിട്ട് ബാധിക്കുക QAനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ QAക്ക് ഒരു 30-32 മിനിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ 32 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. RAക്ക് അധികം ടൈം എടുക്കും, ഇംഗ്ലീഷിന് അധികം ടൈം എടുക്കും, GKക്ക് അധികം ടൈം എടുക്കും. സോ QAക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ആയിപ്പോവും. ആ സമയത്ത് നിങ്ങൾക്ക് QA ഒരു ഫുൾ വെപ്രാളത്തിലായിരിക്കും നിങ്ങളുണ്ടാവുക. ആ വെപ്രാളത്തിൽ QA അറ്റൻഡ് ചെയ്യുമ്പം തെറ്റിപ്പോവും. ഇതായിരിക്കും QAക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്തെങ്കിലും പാറ്റേണിൽ നന്നായിട്ട് QA ചെയ്തിട്ടുണ്ടോ, ഈ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തതല്ലാതെ
കോർഡിനേറ്റ് ജോമെട്രി വന്നതല്ലാതെ ഇതിൻ്റെ പുറമെ വേറെ എന്തെങ്കിലും നോർമൽ ടൈപ്പ് ഓഫ് സാധനത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കത് വെച്ച് അറിയാൻ പറ്റും. പക്ഷേ നന്നായിട്ട് ബാധിക്കുക ഈ ഒരു സംഭവത്തിനാണ്, ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യാതെ ഇനി CGL ഇതേപോലെയാണോ അവർ എക്സാം ഇടുക, അല്ലെങ്കിൽ ഇതേപോലെയാണോ നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. CGL ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, അറിയാൻ പറ്റൂ. എന്നാലും നമ്മൾ ഈ ഒരു രീതി, ഇത് തൊട്ട് മുന്നേ ഇവർ നടത്തിയ ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം CGL Tier 1 എന്തായാലും പോകാൻ വേണ്ടിയിട്ട്. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യണം. പക്ഷേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റണം. ആ മെൻറ്റാലിറ്റിയിൽ, കാരണം 150+ എനിക്ക് കിട്ടും എന്നുള്ള മെൻറ്റാലിറ്റി നിങ്ങൾ ഒഴിവാക്കിയിട്ട് ടഫ് ആണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് പറ്റാവുന്നത് എല്ലാം കറക്റ്റാക്കുക, എനിക്കറിയാവുന്നതെല്ലാം കറക്റ്റാക്കുക. ഈ ഒരു ടഫാണെന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്ന് പാനിക്കായിട്ട് നമുക്ക് അറിയുന്ന സാധനങ്ങൾ നമ്മൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ടഫാണെങ്കിൽ അത് എല്ലാവർക്കും ടഫാവും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ആ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അനലൈസ് ചെയ്തിട്ട്, പല ആൾക്കാരും പറഞ്ഞു ഞാൻ CGL പ്രിപ്പറേഷൻ നിർത്തുക നോക്കുക, ഞാൻ പഠിച്ച രീതിയിലുള്ള ഒന്നും അല്ല വന്നത്. പക്ഷെ പലർക്കും സംഭവിച്ചു പോയതായിരിക്കും, ബാക്കിയുള്ളതിന് അധികം ടൈം എടുത്തു. അപ്പോൾ QA നോർമൽ പാറ്റേണിൽ വന്ന QA ഉണ്ടെങ്കിൽ തന്നെ അതുപോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയതാണ്. അപ്പം ടീച്ചിങ് ഇഷ്യൂസ് പലർക്കും ഉണ്ട്, പല സെൻറ്ററിലെയും എക്സാംസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പുതിയൊരു ഏജൻസിനെ ഏൽപ്പിച്ച സമയത്തുള്ള ടീച്ചിങ് ഇഷ്യൂസാണ്. CGL Tier 1 ആകുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ പുറമെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഔട്ട്പുട്ട് നിങ്ങൾ പാനിക്കായിട്ട് നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കരുത്. മാക്സിമം നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം, അതിന് നിങ്ങൾ പാനിക് ആവാതിരിക്കണം. സോ പാനിക് ആവാതിരിക്കാനുള്ള കുറേ കണ്ടൻറ്റുകൾ ഞാനിപ്പം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. കാരണം കട്ട് ഓഫ് കുറേ, നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കട്ട് ഓഫ് അത്ര ഉണ്ടാവില്ല. ടഫ് ആവുന്ന സമയത്ത് കട്ട് ഓഫ് എല്ലാവർക്കും ടഫാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരു 160 to 180 സ്ഥിരമായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാർ വരെ എന്നോട് പറഞ്ഞത് ടഫാണ്, നല്ല ടഫാണ്, കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ 150 to 155+ സ്കോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ. എല്ലാവരും പറഞ്ഞ ഒരാൾ പോലും എളുപ്പമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സെക്ഷൻ പോലും എളുപ്പമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. SSC അല്ലെങ്കിൽ അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. TCSൽ മാത്രമേ നിങ്ങൾ ഒരു ഹൈ കട്ട് ഓഫ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളൂ. എല്ലാവരും TCS പാറ്റേൺ ആണ് പറഞ്ഞിട്ടുള്ളത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഒരു TCS പാറ്റേണും അല്ലെങ്കിൽ SSC സെലക്ഷൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അതിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നത് ഏതാണെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതും കൂടി നിങ്ങളെ സ്റ്റഡി പാറ്റേണിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റഡി ഒന്ന് നിങ്ങളെ ടൈം ടേബിളൊക്കെ ഒന്ന് റീവർക്ക് ചെയ്യുക. ലാസ്റ്റിലത്തെ ഒരു 10-15 ദിവസം നിങ്ങൾ അതിനൊന്ന് റീവർക്ക് ചെയ്യുക. കീ വന്നിട്ട് ചിലപ്പം 10 ദിവസം ഉണ്ടാവും. അതൊന്ന് റീവർക്ക് ചെയ്തിട്ട് ഓവർ പാനിക് ആവാതെ നിങ്ങളിപ്പം ഈ കീ വരുന്നത് വരെ നിങ്ങളിപ്പോൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. കീ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് കൂടി നോക്കിയതിന് ശേഷം അതിനുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഈ 10 ദിവസം മാത്രമേ പുതിയതായിട്ടുള്ള സാധനങ്ങൾ പഠിക്കാൻ കിട്ടൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് മാത്രമല്ല, അപ്പോൾ എല്ലാവർക്കും ഇത് ഈക്വലി ബാധിക്കുന്നതാണ്. അപ്പോൾ ഈക്വലി കട്ട് ഓഫ് കുറയും. അപ്പോൾ മാക്സിമം ഈ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം മാർക്ക് ചെയ്യുന്ന ആൾ ആണ് വിജയിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായാലും ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കീ വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കാണാം. പുതിയ മെത്തേഡുകളോ അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്.